സാർ, ഈ കശ്മീരിലെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് ഏതാണ്ട് സൂചനകളൊക്കെ ലഭിച്ചു. ചിലരുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നു. ആരാണ്, എന്തൊക്കെയാണെന്നാണ് വ്യക്തമായി വരുന്നത്. ഇത് ആസൂത്രണം ചെയ്തത് സൈഫുള്ള കസൂരി, ഖാലിദ് എന്നും വിളിക്കും. സൈഫുള്ള കസൂരി എന്ന് പറയും, സൈഫുള്ള ഖാലിദ് എന്നും പറയും. ഇയാളാണ് ഇത് ആസൂത്രണം ചെയ്തതെന്നാണ് നമ്മുടെ ഇൻ്റലിജൻസിന് കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ ഇയാൾ പെഷവാർ ഹെഡ് ക്വാർട്ടേഴ്സ്, ലഷ്കർ എ തൈബയുടെ പെഷവാർ ആസ്ഥാനത്തിൻ്റെ മേധാവിയാണ് ഇയാൾ. പൊതുവെ ലഷ്കർ എ തൈബയുടെ ഉപമേധാവിയാണെന്നും പറയുന്നുണ്ട്. ഈ ലഷ്കർ എ തൈബ ഈ മുംബൈ ആക്രമണം 2008 166 പേര് കൊല്ലപ്പെട്ടല്ലോ. ആ മുംബൈ ആക്രമണത്തിന് ശേഷം ലഷ്കർ എ തൈബയെ അമേരിക്ക ഉൾപ്പെടെയുള്ള, അമേരിക്ക അതിന് പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ഭീകര സംഘടനയായിട്ട് $10 മില്യൺ ഇയാളുടെ തലയ്ക്ക് വില നിശ്ചയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഹാഫിസ് സയ്യിദിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ജമാഅത്ത് ഉദ് ദവ എന്ന് ഒരു ജീവകാരുണ്യ സംഘടന എന്നുള്ള പേരിൽ ലഷ്കർ എ തൈബ വേഷം മാറിയിരുന്നു, ജമാഅത്ത് ഉദ് ദവ. അപ്പോൾ അതിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റി, മധ്യ പഞ്ചാബിലെ ജമാഅത്ത് ഉദ് ദവയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഇയാൾ അംഗവുമാണ്, മധ്യ പഞ്ചാബ്. അപ്പോൾ ഇപ്പോൾ ഈ TRF അല്ലേ, റെസിസ്റ്റൻസ് ഫ്രണ്ട്, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്, അതൊരു വ്യാജ പേരാണ്. മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ജനങ്ങളുടെ ഒരു പ്രസ്ഥാനമാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള പേരിടലാണ്. അപ്പോൾ ഇയാൾ ഈ TRF മറ്റേ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഒരു പ്രസ്താവന ഇറക്കിയതായിട്ട് പറയുന്നുണ്ട്. 85,000 റെസിഡൻറ്റ് സർട്ടിഫിക്കറ്റുകൾ ഈ കശ്മീർ ഭാഗത്ത് ഈ നാട്ടുകാരല്ലാത്തവർക്ക് കൊടുത്തു. ചുമ്മാ പറയുന്നതാണ്. 85,000, ഇതിനൊരു ന്യായം വേണമല്ലോ ആക്രമണത്തിന്. 85,000 റെസിഡൻസ് സർട്ടിഫിക്കറ്റുകൾ ലോക്കൽസ് അല്ലാത്തവർക്ക് കൊടുത്തു. അങ്ങനെ കശ്മീർ താഴ്വരയുടെ ജനസംഖ്യ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും കൂടി വരുന്നു. അപ്പോൾ ഇവർ അങ്ങനെ വരുന്നവർ ടൂറിസ്റ്റുകളായിട്ടായിരിക്കും വരുന്നത്. പിന്നെ അവർ സ്വന്തം സ്ഥലത്തിന് വേണ്ടി വാദിക്കും എന്ന് ഇയാൾ ഒരു പ്രസ്താവന ഇറക്കിയതായിട്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തിന് മുമ്പ്, ആക്രമണത്തിനൊരു കാരണം എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി, ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം ഹിന്ദുക്കളെ കൊണ്ടുവന്ന് നിറയ്ക്കാൻ പോകുന്നു, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കും, അവർ സ്ഥലം വാങ്ങിക്കും, അവർ പിന്നെ ആദ്യം വരുന്നത് ടൂറിസ്റ്റുകളായിരിക്കും, പിന്നെ നമ്മളെ കീഴടക്കും എന്നുള്ള ഒരു നെറേറ്റീവ് ആഖ്യാനം ഇയാളെ ഇറക്കി എന്ന് പറയുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ. ഇയാളുടെ കൂടെ റാവൽകോട്ടിലെ 2 LET കമാൻഡർമാർ ലഷ്കർ എ തൈബയുടെ ഈ ആസൂത്രണത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് വിവരം. അതിലൊരാളുടെ പേര് അബു മൂസ എന്നാണെന്നും വിവരമുണ്ട്. ആ 2 പേരിൽ റാവൽകോട്ട് എന്ന് പറയുന്നത് POK ആ പ്രദേശത്ത് ആണ്. ഈ കസൂരി ലഷ്കർ എ തൈബയുടെ ഉപമേധാവിയാണെന്ന് പറഞ്ഞല്ലോ. ഹാഫിസ് സയ്യിദുമായിട്ട് ഇയാൾക്ക് ഈ എന്താ പറയുക, അടുത്ത ബന്ധു, ഹഫീസ് സയ്യിദിൻ്റെ ബന്ധുവുമാണ് സൈഫുള്ള കസൂരി, ഖാലിദ് എന്നും റിപ്പോർട്ടുകളുണ്ട്. ലഷ്കർ എ തൈബയുടെ സ്ഥാപകനാണ് ഹാഫിസ് സയ്യിദ്. ആക്രമണത്തിന്, ഈ പഹൽഗാമിലെ ആക്രമണത്തിന് 2 മാസം മുമ്പ് ഈ കസൂരി പാകിസ്ഥാൻ പഞ്ചാബിലെ കങ്കൺപൂരിലെത്തി. അവിടെ പാകിസ്ഥാൻ്റെ ഏറ്റവും വിസ്തൃതമായ ബറ്റാലിയനുള്ള സ്ഥലമാണ് ഈ അവരുടെ പഞ്ചാബിലെ കങ്കൺപൂർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇയാൾ കങ്കൺപൂരിലെത്തി 2 മാസം മുമ്പ്. അവിടെ പാകിസ്ഥാൻ്റെ വലിയൊരു ബറ്റാലിയൻ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? പാകിസ്ഥാനുമായി, പട്ടാളവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി വന്നതാണ് എന്നാണ്. ഖൈബർ പഖ്തൂൺഖ്വയിലെ ഒരു യോഗത്തിൽ
ഇന്ത്യക്കെതിരെ ഇയാൾ വിഷം തുപ്പിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. കസൂരി അയാൾ പറഞ്ഞു എന്ന് ഈ ഫെബ്രുവരി 2-ാം തീയതി ആയിരുന്നു ഇയാളുടെ ഈ ഇന്ത്യ വിരുദ്ധ പ്രസംഗം. ഈ ഖൈബർ പക്തൂൺഖ്വയിലെ യോഗത്തിൽ ഫെബ്രുവരി 2-ാം തീയതി അയാൾ പ്രസംഗിച്ചു. ഇന്ന് ഫെബ്രുവരി 2, 2026 ഫെബ്രുവരി 2-ന് നാം കശ്മീർ പിടിക്കത്തക്ക വിധത്തിൽ നാം അധ്വാനിക്കും എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം ഫെബ്രുവരി 2 കശ്മീർ മൊത്തം അവരുടെ കയ്യിലിരിക്കും എന്ന് അയാൾ പ്രസംഗിച്ചു. വരും ദിവസങ്ങളിൽ നമ്മുടെ മുജാഹിദ്ദീൻ തീക്ഷ്ണമാക്കും എന്ന് അയാൾ പറഞ്ഞു എന്ന്. അപ്പോൾ ഈ ജമാഅത്ത് ഉദ്ധവ ഇയാളെ ഏകോപന സമിതിയിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ജമാഅത്ത് ഉദ്ധവ ഒരു ജീവകാരുണ്യ ഫ്രണ്ട് ആണ്. ലഷ്കർ-എ തൈബ തന്നെ പേര് മാറ്റി ജമാഅത്ത് ഉദ്ധവ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇപ്പൊ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നടക്കുന്നത് പോലെ തന്നെ. അപ്പൊ ഈ ജിഹാദി പ്രഭാഷണത്തിന് ഇന്ത്യക്കെതിരായ ഇയാളെ പ്രേരിപ്പിച്ചതൊരു പാകിസ്ഥാൻ പട്ടാള കേണൽ സാഹിദ് സറിൻ ഘട്ടക് ആണ് എന്നും ഇന്റലിജൻസിന് വിവരമുണ്ട്. ഒരു പട്ടാള കേണൽ തന്നെ വിളിച്ചിട്ട് താൻ ഖൈബർ പക്തൂൺഖ്വയിൽ പോയി ഇങ്ങനെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞതാണ്. ഖൈബർ പക്തൂൺഖ്വയിലെ യോഗം ISIയും, അതായത് അവരുടെ ചാര സംഘടന പട്ടാളത്തിൻ്റെ ISIയും പാകിസ്ഥാൻ പട്ടാളവും കൂടി വിളിച്ച യോഗമായിരുന്നു, ജിഹാദി യോഗമായിരുന്നു. 2024 അബോട്ടാബാദ് POKയിലാണ്. ഒസാമ ബിൻ ലാദൻ താമസിച്ചിരുന്ന സ്ഥലമാണ് അബോട്ടാബാദ്. വളരെ പണ്ട് ഈ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഈ ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോനായിരുന്നപ്പോൾ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്നല്ലോ. ക്യാപ്റ്റൻ കൃഷ്ണൻ നായരും ലീല ഹോട്ടൽസിന്റെ അവർ രണ്ടുപേരും അന്ന് അബോട്ടാബാദിലാണ് ജോലി ചെയ്തിരുന്നത്. ഈ പേര് കേട്ടപ്പോൾ ഓർമ്മ വന്നതാണ് അബോട്ടാബാദ് എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അബോട്ടാബാദിൽ ക്യാമ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. വനത്തിന്റെ ഉള്ളിലായിരുന്നു ക്യാമ്പ്, ലഷ്കർ-എ തൈബയുടെ ക്യാമ്പ്. ലഷ്കർ-എ തൈബയുടെ രാഷ്ട്രീയ വിഭാഗങ്ങൾ PMML, SML അവർ വിളിച്ച ക്യാമ്പുകളാണ്. ആ ക്യാമ്പിൽ നിന്ന് കസൂരി യുവാക്കളെ ഈ പഹൽഗാം ആക്രമണത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്തതായിട്ടും വിവരമുണ്ട്. അതിനുശേഷം നുഴഞ്ഞുകയറ്റം നടന്നു, ഈ പഹൽഗാമിലേക്കുള്ള നുഴഞ്ഞുകയറ്റം. ഭീകരർക്ക് ഇപ്പോൾ പഹൽഗാമിലെ ഭീകരർക്ക് ഹെൽമെറ്റിൽ ക്യാമറ ഉണ്ടായിരുന്നു. അവർക്ക് 3 ഭീകരര് ടൂറിസ്റ്റുകളെ ഇങ്ങനെ തടിച്ചു കൂട്ടി ഈ സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് തിരിച്ചു. പിന്നെ മതാടിസ്ഥാനത്തിൽ വിഭജിച്ചു. ചിലര് പോയിന്റ് ബ്ലാങ്ക് ആയിട്ടാണ് കൂടുതൽ പേരെയും കൊന്നത്. കുറേ പേര് സ്നൈപ്പേഴ്സ്, അത് AK-47 ദൂരെ നിന്ന് സ്നൈപ്പേഴ്സും ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്നാണ് വിവരം. അപ്പോൾ ഈ കസൂരിയാണ് ആസൂത്രണം ചെയ്തത്. അതാണ് സംഭവം. അപ്പോൾ ഈ പറയുന്ന ഈ പാകിസ്ഥാന്റെ സൈനിക മേധാവി നേരത്തെ പറഞ്ഞിരുന്നത് ഈ കശ്മീർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കഴുത്തിലെ ഞരമ്പ് പോലെയാണ്, നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ധമനി അപ്പോൾ അയാളുടെ ആ പറച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ ഇത് ആസൂത്രണം, അതെ. അപ്പോൾ ഈ ആസൂത്രണം നടത്തിയതിന് ശേഷമായിരിക്കില്ലേ അങ്ങനെ ഒരു കാര്യം? കാരണം പാകിസ്ഥാൻകാർക്ക് ദേശസ്നേഹം വളർത്തണം, നമ്മുടേതാണ് കാശ്മീരിന് വേണ്ടി ജീവൻ വെടിഞ്ഞവരെയൊക്കെ നമ്മൾ സ്മരിക്കണം, ഇതൊക്കെ പറയുന്നതും ഈ പ്രശ്നമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ ഇത് വളരെ മുമ്പേ ആസൂത്രണം ചെയ്ത ഒരു സംഭവം അനുകൂലമായ സാഹചര്യത്തിന് വേണ്ടി കാത്തിരുന്നു. അയാള് ഈ പഹൽഗാം സംഭവത്തിന് 6 ദിവസം മുമ്പാണ് മുനീർ പ്രസംഗിച്ചത് ഇസ്ലാമാബാദില്. ആ പ്രസംഗത്തില് അയാൾ മതം ഉപയോഗിച്ചു. മറ്റേ ഇസ്ലാമും ഹിന്ദുമതവും രണ്ടും രണ്ടാണ്. നമ്മുടെ ഈ ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ, പൈതൃകം, പിന്നെ രീതികൾ, സംസ്കാരം, ഇതും മറ്റേ ഹിന്ദുക്കളുടേതും രണ്ടും രണ്ടാണ്. അങ്ങനെ രണ്ടും രണ്ടായത് കൊണ്ടാണ് ദുരാഷ്ട്രവാദം ഉണ്ടായത്, പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് വിഭജിച്ചത്. അപ്പോൾ
നമ്മുടെ ഫോർ ഫാദേഴ്സ് അല്ലേ, പൂർവ്വപിതാക്കൾ എന്ന് പറഞ്ഞിരുന്നു. അതെ, നമ്മുടെ പൂർവ്വപിതാക്കൾ അങ്ങനെയാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയായാലും കശ്മീർ തിരിച്ചു പിടിച്ചിരിക്കും എന്ന് മുനീർ ആ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പഹൽഗാം ആക്രമണത്തിനെ പറ്റി പട്ടാള മേധാവിക്ക് സാമാന്യം നല്ല ധാരണ ഉണ്ടായിരിക്കും. മാത്രമല്ല മുനീർ ഈ കാലാവധി സ്വയം നീട്ടിയെടുത്തിട്ടുള്ള ഒരാളല്ലേ. അതെ, പട്ടാള മേധാവി സ്ഥാനം കുറച്ചു കാലം കൂടിയൊക്കെ ദീർഘിപ്പിച്ചെടുത്തിട്ടുള്ള ഒരാളാണ് മുനീർ. അപ്പം മുനീറിൻ്റെ മനസ്സിൽ വേറെ പല ആഗ്രഹങ്ങളുമൊക്കെ ഉണ്ടാകാം. പാകിസ്ഥാൻ ഭരിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇതാണ് ഈ ആസൂത്രണത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിവരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.